അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠം ആദാബുൽ ഖലാ എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ചതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. ആദാബുൽ ഖലാ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിലെ മര്യാദകൾ, മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ മര്യാദകൾ, എവിടെയെല്ലാം മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റും, ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, കറാഹത്ത്, ഹറാമുള്ള സന്ദർഭങ്ങൾ, ഇതൊക്കെയാണ് ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനം നടക്കൽ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനം നടക്കൽ എന്താണ്? ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. അത് അല്ലാഹു തആലയുടെ വലിയ നിഅമത്താണ്. ഏത്? ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനം നടക്കുക എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ്. നിഅമത്തിന് ശുക്ർ ചെയ്യൽ വാജിബാണ്. അല്ലാഹു തആല നമുക്കൊരു നിഅമത്ത്, ഒരു അനുഗ്രഹം നൽകിയാൽ അതിന് ശുക്ർ ചെയ്യൽ, നന്ദി ചെയ്യുക എന്നെന്താണ്? നമുക്ക് നിർബന്ധമാണ്. വിസർജന മര്യാദകൾ പാലിക്കൽ ശുക്രിൻ്റെ ഭാഗമാണ്. വിസർജന മര്യാദകൾ, മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴുള്ള മര്യാദകൾ, അത് പാലിക്കൽ എന്താണ്? ശുക്രിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. വിസർജനത്തിന് പല മര്യാദകളുണ്ട്. വിസർജനത്തിന് ഒരുപാട് മര്യാദകളുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, പാദരക്ഷ ധരിക്കുക. കാലിൽ പാദരക്ഷ ധരിക്കുക, ചെരുപ്പ് ധരിക്കുക. 2, തലമറക്കുക. മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുന്ന സമയത്ത് ആ തലമറക്കൽ സുന്നത്താണ്, മര്യാദയാണ്. 3, ആദരിക്കപ്പെടുന്നവ മാറ്റി വെക്കുക. ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ അല്ലെങ്കിൽ നബിമാരുടെ നാമങ്ങൾ, അതല്ലെങ്കിൽ മോതിരക്കല്ല്, അള്ളാഹിൻ്റെ പേര് എഴുതിയതും റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എഴുതിയൊക്കെ മോതിരക്കല്ലുകളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ ആദരിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. 4, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ് എന്ന് ചൊല്ലിയ ശേഷം ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക. അപ്പോൾ പ്രവേശിക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ് എന്നാണ് എന്ത് ചെയ്യേണ്ടത്? ചൊല്ലേണ്ടത്. അത് ചൊല്ലൽ ടോയ്ലറ്റ് കയറിയതിന് ശേഷം, അല്ലാണ്ട് കയറുന്നതിന് മുമ്പായിട്ട് ചൊല്ലുക. എന്നിട്ട് ഇടത് കാൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങോട്ട് പ്രവേശിക്കുക. ഉള്ളിൽ ചെന്നതിന് ശേഷം ചെല്ലുമ്പോൾ അവിടെ എന്താകും? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി, അള്ളാഹിൻ്റെ പേരുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് പറയുന്നത്. അപ്പോൾ അവിടെ ഉള്ളിൽ ചെന്നിട്ട് എന്ത് ചെയ്യരുത്? ദിക്ർ ചെല്ലാൻ പാടില്ല. അപ്പോൾ പുറത്ത് നിന്ന് ചൊല്ലിയതിന് ശേഷം ഉള്ളിലേക്ക് ഇടത് കാൽ വെച്ച് എന്ത് ചെയ്യുക? പ്രവേശിക്കുക. 5, ആരും കാണാത്ത വിധം മറഞ്ഞിരിക്കുക. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ആരും കാണാത്ത വിധത്തിൽ എന്ത് ചെയ്യണം? മറഞ്ഞിരിക്കണം. 6, ഇരുന്ന് വിസർജനം നടത്തുക. ഇരുന്നു കൊണ്ടായിരിക്കണം എന്ത് നടത്തേണ്ടത്? വിസർജനം നടത്തേണ്ടത്. അത് വിസർജനത്തിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്, ഇരുന്നു കൊണ്ട് വിസർജനം നടത്തുക എന്നത്. 7, ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക. ഉയർന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക? ഇരിക്കുക. എന്നാൽ ശരീരത്തിലേക്ക് തെറിക്കൂല, അതായത് മര്യാദയാണ് ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക എന്നത്. 8, ഇരിക്കുമ്പോൾ ആവശ്യാനുസൃതമല്ലാതെ വസ്ത്രം ഉയർത്താതിരിക്കുക. അപ്പോൾ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? വസ്ത്രം ഉയർത്തിക്കൊണ്ടാണ് ഇരിക്കേണ്ടത്. അല്ല ആദ്യം തന്നെ എന്തല്ല ഫുള്ള് ഉയർത്തിക്കാണ്ടല്ല അങ്ങോട്ട് പോകേണ്ടത്. അതാണ് പറഞ്ഞത്. 9, വിസർജിക്കുന്നവൻ്റെ മുമ്പിൽ 3 മുഴത്തിനുള്ളിൽ മറയുണ്ടാവുക. വിസർജിക്കുന്നവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? 3 മുഴത്തിനുള്ളിൽ മറ ഉണ്ടാകണം. അവൻ്റെ 3 മുഴം, ആ 3 മുഴത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? മുന്നിൽ ഒരു മറ ഉണ്ടായിരിക്കണം. പിന്നെ 10, മറയില്ലാതെ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്താതിരിക്കുക. മറയില്ലാതെ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്താതിരിക്കുക. 11, ഇടതുകാലിൽ ഊന്നിയിരിക്കുക. ഇടത് കാലിൽ എന്ത് ചെയ്യുക? ഊന്നിയിരിക്കുക. ഇടത് കാലിന്മേൽ ചാരണം കൊണ്ടുകൊണ്ട് ഇരിക്കുക. 12, അനാവശ്യമായി വിസർജനാവയവങ്ങളിലേക്കും വിസർജ്യത്തിലേക്കും നോക്കാതിരിക്കുക. അനാവശ്യമായി ഒരാവശ്യമില്ലാതെ വിസർജന അവയവത്തിലേക്കും നോക്കാതിരിക്കുക, വിസർജ്യ വസ്തുക്കളിലേക്കും എന്ത് ചെയ്യുക? നോക്കാതിരിക്കുക. 13, അത്യാവശ്യത്തിനല്ലാതെ സംസാരിക്കാതിരിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക, അല്ലാതെ അവിടെ ചെന്നാണ്ട് മൂളിപ്പാട്ടും പാടി അങ്ങനെ കുത്തിർക്കല്ല. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. 14, ബ്രഷ് ചെയ്യൽ, മൊബൈൽ ഉപയോഗിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? രാവിലെ തന്നെ പേസ്റ്റൊക്കെ തേച്ചിട്ട് ബ്രഷ് ചെയ്താണ്ട് പോകുന്ന, എല്ലാം കഴിച്ച് കണ്ടുകൊണ്ട് പോരാന്നുള്ള രൂപത്തിൽ. അപ്പോൾ മലമൂത്ര ചെയ്യുന്ന സമയത്ത് ബ്രഷ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. ഈ കാര്യങ്ങളൊന്നും അതിലൊന്നും ഏർപ്പെടാതിരിക്കുക. 15, ഇസ്തിബ്രാ ചെയ്യുക. ഇസ്തിബ്രാ ചെയ്യാറുണ്ട്. പിന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് കെട്ടിക്കിടക്കുന്നതൊക്കെ ഒന്നിങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് തൊണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ചെയ്യുക. അതിനാണ് എന്ത്? ഇസ്തിബ്രാ ചെയ്യുക എന്ന് പറയുക. അങ്ങനെ ചെയ്യൽ എന്താണ്? മര്യാദയാണ്. പിന്നെ
16 എഴുന്നേൽക്കുമ്പോൾ വസ്ത്രം അല്പമായി താഴ്ത്തിയിടുക. എഴുന്നേൽക്കുന്ന നമ്മൾ സമയത്ത് ഇരിക്കുന്നതിൻ്റെ മലമൂത്ര വിസർജനം ചെയ്യാൻ ആവശ്യമായ കതിരനുസരിച്ചാണ് നമ്മൾ വസ്ത്രം ഉയർത്തിയത്. ആ വസ്ത്രം എങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ഉയരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, താഴ്ത്തി കൊടുക്കുക. അതാണ് പറഞ്ഞത്. 17 വലതുകാൽ ആദ്യം വെച്ച് പുറത്തിറങ്ങുക. ഏത് കാല്? വലതുകാല് ആദ്യം പുറത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങുക. പുറത്ത് വന്നാൽ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വആഫാനി, ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വആഫാനി എന്ന ദിക്ർ ചൊല്ലുക. പിന്നെ അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന ദിക്റുകൾ ചൊല്ലുക. അതായത് ഇത് ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വആഫാനി എന്നുള്ള ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലുള്ളത്. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, ചൊല്ലുക. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഏതാണ്? ശൗചം ചെയ്തതിന് ശേഷം, മനോഹരം ചെയ്തതിന് ശേഷം ചൊല്ലൽ സുന്നത്താണല്ലോ, അല്ലാഹുമ്മ ത്വഹിർ ഖൽബി എന്നുള്ളത്. അതും എപ്പോഴാണ് ചൊല്ലേണ്ടത്? ആ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി എന്നുള്ള ദിക്ർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ചൊല്ലുക. അല്ലാതെ പിന്നെ ശൗചം ചെയ്ത ഉടനെ തന്നെ ആ ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ചൊല്ലരുത്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഗുഫ്രാനക അൽഹംദ് ചൊല്ലിയതിന് ശേഷം പുറത്തിറങ്ങി ഗുഫ്രാനക അൽഹംദ് ചൊല്ലിയതിന് ശേഷം അല്ലാഹുമ്മ ത്വഹിർ ഖൽബി എന്നത് എന്ത് ചെയ്യുക, ചൊല്ലുക. 18 കറാഹത്തായ സ്ഥലങ്ങളിൽ വിസർജനം നടത്താതിരിക്കുക. ഏത് സ്ഥലങ്ങളിൽ? കറാഹത്തായ സ്ഥലങ്ങളിൽ വിസർജനം നടത്താതിരിക്കുക. ഏതൊക്കെയാണത്? കെട്ടി നിൽക്കുന്ന ജലാശയം, കുറഞ്ഞൊഴുകുന്ന വെള്ളം, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ജനങ്ങൾ നടക്കുന്ന വഴി, ഫലം കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്, മാളം ഉറച്ച സ്ഥലം, കാറ്റ് വീശുന്ന സ്ഥലം, കബറുകൾക്കരികെ, കുളിമുറി, മസ്ജിദിൻ്റെ ചുമരിന് സമീപം എന്നിവിടങ്ങളിൽ വിസർജനം കറാഹത്താണ്. എവിടേക്ക് കറാഹത്ത് പറഞ്ഞത്? കെട്ടി നിൽക്കുന്ന ജലാശയങ്ങളിൽ കുളം, അതുപോലെ തന്നെ പിന്നെ സ്വിമ്മിംഗ് പൂള്, ഇതൊക്കെ പെട്ടതാണല്ലോ. അപ്പോൾ അതിലൊന്നും എന്ത് ചെയ്ത് മലമൂത്ര വിസർജനം നടത്തുക. അടുത്ത് കുറഞ്ഞൊഴുകുന്ന വെള്ളം, കുറച്ചായിട്ട് ലേശം ഒഴുകുന്ന വെള്ളമുണ്ട്, അവിടെയും പോയിട്ട് എന്ത് ചെയ്ത് മലമൂത്ര വിസർജനം നടത്തരുത്. അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, അവിടെ പോയിട്ട് മലമൂത്ര വിസർജനം ചെയ്യരുത്. അതുപോലെ തന്നെ ജനങ്ങൾ നടക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യരുത്. ഫലം കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന, മാമ്പഴം കായ്ക്കുന്ന, അതല്ലെങ്കിൽ മറ്റു പഴങ്ങൾ കായ്ക്കുന്ന, സപ്പോട്ട പോലെയുള്ള, ചിക്കു പോലെയുള്ള കാര്യങ്ങളൊക്കെ കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ, ഫലം കായ്ക്കുന്ന ഏത് വൃക്ഷമാണെങ്കിലും അതിൻ്റെ ചുവട്ടിൽ എന്ത് ചെയ്യരുത്, മലമൂത്ര വിസർജനം കറാഹത്താണ്. അടുത്തത് മാളം എന്ന് പറഞ്ഞാൽ മട എന്നൊക്കെ പറയില്ലേ, മാളം, ഓട്ട, അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യരുത്, മലമൂത്ര വിസർജനം ചെയ്യരുത്. അടുത്ത് ഉറച്ച സ്ഥലം, അതായത് ഉറച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ മലമൂത്ര വിസർജനം ഇങ്ങോട്ട് തെറിക്കും, അങ്ങനത്തെ സ്ഥലത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, മലമൂത്ര വിസർജനം ചെയ്യരുത്, ഉറച്ച സ്ഥലത്ത് വെച്ച്. അത് കാറ്റ് വീശുന്ന സ്ഥലം, കാറ്റടിക്കുന്ന വീശുന്ന സ്ഥലം, കാറ്റടിക്കുന്ന ഭാഗത്തേക്ക് മലമൂത്ര വിസർജനം ചെയ്തെന്നുണ്ടാവുക നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. കാറ്റ് വീശുന്ന സ്ഥലം, അവിടെ മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്താണ്. അടുത്തത് കബറുകൾക്കരികെ, കബറിൻ്റെ മുകളിലല്ല, കബറിൻ്റെ അരികിൽ മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്താണ്. അടുത്തത് കുളിമുറിയിൽ മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്താണ്. അടുത്തത് മസ്ജിദിൻ്റെ ചുമരിന് സമീപം, പള്ളിയുടെ ചുമരിൻ്റെ അടുത്ത്, ചുമരുമൊക്കെയല്ല, ചുമരിൻ്റെ അടുത്ത് മലമൂത്ര വിസർജനം ചെയ്യുക. അതൊക്കെ എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറാഹത്താണ്. ഇനി 19ാമത്തെ മര്യാദ എന്താ? ഹറാമായ സ്ഥലങ്ങളിൽ വിസർജനം നടത്താതിരിക്കുക. ഹറാമായ സ്ഥലങ്ങളിൽ വിസർജനം നടത്താതിരിക്കുക. അത് ഏതൊക്കെയാണത്? ഒന്ന് ഭക്ഷണത്തിന്മേൽ മലമൂത്ര വിസർജനം നടത്തരുത്. മറ്റൊന്ന് എല്ലുകളുടെ മേൽ, മൃഗങ്ങളുടെ കന്നുകാലികളുടെ എല്ലുകളുടെ മേൽ എന്ത് ചെയ്യരുത്, മലമൂത്ര വിസർജനം ചെയ്യരുത്. അടുത്തത് കബറിൻ്റെ മുകളിൽ, നേരത്തെ പറഞ്ഞത് കറാത്ത് പറഞ്ഞത് കബറിനരികിലാണ്, കബറിൻ്റെ മുകളിൽ എന്ത് ചെയ്യരുത്, മലമൂത്ര വിസർജനം ചെയ്യരുത്. പിന്നെ ആദരണീയ വസ്തുക്കൾ, ആദരിക്കപ്പെടുന്ന വസ്തുക്കളുടെ മേലിൽ എന്ത് ചെയ്യരുത്, മലമൂത്ര വിസർജനം നടത്തരുത്. നബിമാരുടെ ഖബറിന് സമീപം തന്നെ മലമൂത്ര വിസർജനം ചെയ്യൽ ഹറാമാണ്. അടുത്തത് മസ്ജിദ് എന്നിവിടങ്ങളിൽ വിസർജനം, ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലം മസ്ജിദ് എന്നിവിടങ്ങളിലൊക്കെ വിസർജനം ഹറാമാണ്. മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം, ഇനി വേറൊരു വിഷയം പറയട്ടെ. മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം, പഴം കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്, മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം, പഴം കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്, ജലാശയം എന്നിവയിൽ വിലക്കുണ്ടെങ്കിൽ വിസർജനം ഹറാമാണ്. ഈ സ്ഥലമൊക്കെ ജലാശയങ്ങളിലൊക്കെ വിസർജനം ചെയ്യൽ കറാഹത്താണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്താണ് നമ്മൾ പറഞ്ഞു. എന്നാൽ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം, അതുപോലെ തന്നെ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഫലം കായ്ക്കുന്ന മരം, വൃക്ഷം,
അതിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ജലാശയം, ഇവിടെയൊക്കെ എന്തുണ്ട്, വിലക്കുണ്ട്. അവിടെ മലമൂത്ര വിസർജനം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ അതിന് വേണ്ട സിമ്പലുകൾ വെച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ പോയിട്ട് മലമൂത്ര വിസർജനം ചെയ്യരുത് എന്താണ്, ഹറാമാണ്. അതാണ് പറഞ്ഞത്. അടുത്തത്, മറയില്ലാതെ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്തുന്നതിനും അതേ വിധിയാണ്. മറയില്ലാതെ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം ചെയ്യലും അതേ വിധിയാണെന്ന് പറഞ്ഞാൽ ഏത് വിധി, ഹറാമാണ് എന്നർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞ വിധി ഹറാമല്ലേ. അപ്പോൾ മറയില്ലാതെ എന്ത് ചെയ്യുക, മലമൂത്ര വിസർജനം ചെയ്യൽ ഹറാമാണ്. പിന്നെ 20-ാമത്തത്, ഇനി വരാനുള്ളത് 20-ാമത്തത്. എന്താ 20-ാമത്തത്? തെറിക്കുമെന്ന് ഭയന്നാൽ വിസർജന സ്ഥലത്ത് വെച്ച് വെള്ളം കൊണ്ട് ശൗചം ചെയ്യാതിരിക്കുക. തെറിക്കുമെന്ന് ഭയന്നാൽ മലവൻ ചെയ്യുന്ന സമയത്ത്, ശൗചം ചെയ്യുന്ന സമയത്ത് ശരീരത്തിലേക്ക് തെറിക്കുമെങ്കിൽ അല്ലെങ്കിൽ വസ്ത്രത്തിലേക്ക് തെറിക്കുമെന്ന് കണ്ടാൽ അവിടെ വെച്ച് കൊണ്ടെന്ന് ചെയ്യേണ്ട, ശൗചം ചെയ്യാതിരിക്കുക. 21, ശൗചം ചെയ്യുന്നത് ഇടത് കൈ കൊണ്ടായിരിക്കുക. ഏത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്? ഇടത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്. 22, കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ട് ശൗചിക്കുമ്പോൾ 3 തവണയാവൽ നിർബന്ധമാണ്. കല്ല്, ടിഷ്യൂ, വെള്ളമില്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ ശൗചം ചെയ്യൽ എന്തുകൊണ്ടാണ്, കല്ല് കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടാണല്ലോ. അതുകൊണ്ട് ശൗചം ചെയ്യുന്ന സമയത്ത് 3 തവണയാവൽ എന്താണ്, നിർബന്ധമാണ്. 3 തവണ തടവൽ നിർബന്ധമാണ്. എന്നിട്ടും ശുദ്ധിയായില്ലെങ്കിൽ ശുദ്ധിയാവുന്നത് വരെ തടവണം. 3 തവണ തടവി ശുദ്ധിയായില്ല എന്നാൽ പിന്നെ ശുദ്ധിയാവുന്നത് വരെ എന്ത് ചെയ്യണം, തടവണം. ശുദ്ധിയായാലും ഒറ്റയായ എണ്ണത്തിൽ അവസാനിപ്പിക്കൽ സുന്നത്താണ്. ശുദ്ധിയായി, ഇനി മലമൂത്ര വിസർജനം ചെയ്ത് 3 കൊണ്ട് ശുദ്ധിയായില്ല, അപ്പോൾ 4 ടാപ്പ് ചെയ്യുന്നത് ശുദ്ധിയായി, എന്നാലും അത് ഒറ്റയാക്കൽ എന്താണ്, സുന്നത്താണ്. അപ്പോൾ 5ാമത്തെ തവണ എന്ത് ചെയ്യുക, തടവുക. അങ്ങനെ 5 ഒറ്റയാക്കൽ എന്താണ്, സുന്നത്താണ്. ഇനി 23, ശൗചം ചെയ്യുന്നത് വെള്ളം കൊണ്ടാണെങ്കിൽ മുൻദ്വാരത്തെയും കല്ല് കൊണ്ടാണെങ്കിൽ പിൻദ്വാരത്തെയും മുന്തിക്കുക. ശൗചം ചെയ്യുന്നത്, മനോഹരം ചെയ്യുന്നത്, ശൗചം ചെയ്യുന്നത് വിസർജനം കഴിഞ്ഞതിന് ശേഷം ശൗചം ചെയ്യുന്നത് വെള്ളം കൊണ്ടാണെങ്കിൽ മുൻദ്വാരത്തെ എന്ത് ചെയ്യാം, മുന്തിക്കുക. ആദ്യം മുൻദ്വാരം ശൗചം ചെയ്യുക. കല്ല് കൊണ്ടാണെങ്കിൽ ആദ്യം ഏത് ശൗചം ചെയ്യുക, പിൻദ്വാരത്തെ എന്ത് ചെയ്യുക, മുന്തിക്കുക. ആദ്യം ചെയ്യേണ്ടത് പിൻദ്വാരത്തെയാണ് ശുദ്ധിയാക്കേണ്ടത്. ഇനി പാഠത്തിൽ കൊടുത്ത ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അസ്അലുക നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൽ അഫ്വ ദോഷങ്ങൾ പൊറുക്കലിനെ, വൽ ആഫിയത അതുപോലെ തന്നെ ആരോഗ്യത്തെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ദോഷങ്ങൾ പൊറുക്കലിനെയും ആരോഗ്യത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൽ മുആഫാത ദായിമത ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള സ്ഥിരമായ സൗഖ്യത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ദുനിയാവിലും ആഖിറത്തിലുമുള്ള സ്ഥിരമായ സൗഖ്യത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുറാസത്തു തദ്രീബിലെ തദ്രീബാത്ത് നോക്കാം. ഒന്ന്, നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒന്ന്, വിസർജന സ്ഥലത്തേക്ക് കയറും മുമ്പ് മാറ്റിവെക്കണം എന്ത്? ആൻസർ, ആദരിക്കപ്പെടുന്നവ. 2, വിസർജിക്കുന്നവൻ്റെ മുമ്പിൽ എത്ര അകലത്തിൽ മറയുണ്ടാവണം? ആൻസർ, 3 മുഴത്തിൽ. 3, വിസർജിക്കുമ്പോൾ ഊന്നിയിരിക്കണം എങ്ങനെ? ആൻസർ, ഇടതുകാലിൽ ഊന്നിയിരിക്കണം. 4, കുളിമുറിയിൽ വിസർജിക്കുന്നതിൻ്റെ വിധി? ആൻസർ, കറാഹത്ത്. 5, ഭക്ഷണത്തിൽ വിസർജിക്കുന്നതിൻ്റെ വിധി? ആൻസർ, ഹറാമ്. ഇനി നുക്കിമിലു വ നസ്റഹുൽ മാന, പൂരിപ്പിക്കാനുമാണ്, അതിൻ്റെ അർത്ഥം എഴുതണം. ഓരോ ദിക്റുകൾ പൂരിപ്പിച്ച് എഴുതുക, അതിൻ്റെ അർത്ഥം എഴുതുക. 1, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്. എന്താ അതിനർത്ഥം? അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു, അള്ളാഹുവെ ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് ഞാൻ എന്നോട് കാവൽ തേടുന്നു. 2, ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. എന്താ അതിനർത്ഥം? അള്ളാഹുവെ എന്നോട് പൊറുക്കണമേ, മാലിന്യം നീക്കി എനിക്ക് സുഖം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. ഇനി 3, അല്ലാഹുമ്മ തഖ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അള്ളാഹുവെ കപടവിശ്വാസത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ, ദുഷ്പ്രവർത്തികളിൽ നിന്ന് എൻ്റെ ഫർജിനെ കാക്കണമേ. ഇനി 3, നുജീബ് ഉത്തരം എഴുതാനാണ്. 1, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും മുമ്പ് എന്തു ചൊല്ലണം? ആൻസർ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്. 2, വിസർജിക്കുമ്പോൾ നോക്കരുത് എവിടേക്കെല്ലാം?
ആൻസർ വിസർജനാവയവങ്ങളിലേക്കും വിസർജ്യത്തിലേക്കും. അടുത്തത് മൂന്നാമത്തത് വിസർജിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ. ആൻസർ ബ്രഷ് ചെയ്യൽ, മൊബൈൽ ഉപയോഗിക്കൽ. 4 വിസർജിച്ചു പുറത്തിറങ്ങിയ ശേഷം ചൊല്ലേണ്ട ദിക്ർ 2 ദിക്റുകൾ. ആൻസർ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. 5 വിസർജന സ്ഥലത്ത് വെച്ച് ശൗചം ചെയ്യരുത് എപ്പോൾ? ആൻസർ തെറിക്കുമെന്ന് ഭയന്നാൽ. 6 ശൗചം ചെയ്യുന്ന എണ്ണം ഒറ്റയാക്കണം എപ്പോൾ? ആൻസർ കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ. ഇനി 4 തഖ്സീസ്. അതിൽ 1 വിസർജനം കറാഹത്തായ സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന സിമ്പലുകൾ വെച്ച് ചാർട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ മലമൂത്ര വിസർജനം ചെയ്യരുത് എന്നുള്ള ആ ചിഹ്നം വെച്ച് കാണും എന്ത് ചെയ്യണം. അതെങ്ങനെയാണ്? ഇവിടെ 2 സംഗതികളുണ്ട്. ജനങ്ങൾ സംസാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്, അതേപോലെ തന്നെ പഴം കായ്ക്കുന്ന ഒരു വൃക്ഷച്ചൂടാണ്. അവിടെ രണ്ടിടത്തും ചെയ്യാൻ പാടില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. അവിടെ അത് അടയാളപ്പെടുത്തിയത് കാണാം. അടുത്തത് ഖബറിനരികിലും ഖബറിൽ നിന്ന് മലമൂത്ര വിസർജനം ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ, അതാണ് അവിടെ അടയാളപ്പെടുത്തിയത്. അടുത്തത് കുറഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം ചെയ്യരുത്. അടുത്തത് കൊടുക്കുക കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിസർജനം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ രൂപത്തിലുള്ള സിമ്പലുകൾ കൊടുത്തുകൊണ്ട് ചെയ്യാനാണ് ആ പറഞ്ഞത്. ഇനി തഖ്സീസിൽ 2 വിസർജനം ഹറാമായ സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. വിസർജനം ഹറാമായ സ്ഥലങ്ങളുടെയൊക്കെ എന്നുള്ളത് നമ്മളെ പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പട്ടികയായിട്ട് എഴുതിയാൽ മതി. ഭക്ഷണം, എല്ല്, ഖബർ, ആദരിക്കുന്ന വസ്തുക്കൾ, നബിമാരുടെ ഖബറിന് സമീപം, മസ്ജിദ് എന്നിവിടങ്ങളിൽ വിസർജനം ഹറാമാണ്. പിന്നെ മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലം, പഴം കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്, ജലാശയം എന്നിവിടങ്ങളൊക്കെ വിലക്കുണ്ടെങ്കിൽ വിസർജനം ഹറാമാണ്. അതുപോലെ തന്നെ മറയില്ലാതെ ഖിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്തൽ, ഇതൊക്കെ ഹറാമാണ്. അതൊരു പട്ടികയായിട്ട് ചെയ്യാനാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.